മലയാളത്തിൽ ടെക്സ്റ്റ് ഇങ്ങനെ എഴുതണേ എന്നുള്ളതൊന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഇൻഫിനിറ്റ് പെയിന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ആപ്പാണ് യൂസ് ചെയ്യുക. ആപ്പ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ ബ്ലാങ്ക് ക്യാൻവാസ് ഉണ്ടാവും. അതെടുക്കുക, അത് കഴിഞ്ഞിട്ട് ക്രിയേറ്റ് ഓപ്ഷൻ കൊടുക്കുക. മുകളിൽ റൈറ്റ് സൈഡിൽ രണ്ടാമതായിട്ട് ലെയറിന്റെ ഓപ്ഷൻ ഉണ്ടാവും. അതെടുത്ത് കഴിഞ്ഞിട്ട് ക്യാൻവാസിന്റെ കളർ ബ്ലാക്ക് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതായിരിക്കും നമ്മുടെ ക്യാൻവാസിന്റെ കളർ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പെന്നിൻ്റെ ആയിട്ട് ഞാൻ കാലിഗ്രഫി എടുക്കുക. അതിൽ മോണോലൈനാണ് ഞാൻ മിക്കത് കൊടുക്കുക. അത് നമുക്ക് അതിൻ്റെ വിടുത്ത് നമുക്ക് സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്ത് എഴുതുമ്പോഴും ഇപ്പോൾ ലൈൻ ആണെങ്കിലും ഒരു റാ പോലെയൊക്കെ ആണെങ്കിൽ ജസ്റ്റ് നമ്മൾ എഴുതിയിട്ട് നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്താൽ അത് നല്ല വൃത്തിക്ക് കിട്ടും. പിന്നെ നമുക്ക് എഴുതേണ്ടതൊക്കെ ക്ലിയർ ആയിട്ട് എഴുതാൻ പറ്റും. ഞാനിപ്പോഴും വൈറ്റ് അല്ലെങ്കിൽ യെല്ലോ ടെക്സ്റ്റാണ് യൂസ് ചെയ്യുക. അതിനായിട്ട് നമ്മളിപ്പോൾ അടിയിൽ നിന്ന് രണ്ടാമത്തെ ഒരു ഓപ്ഷൻ വൈറ്റ് ആയിട്ട് കാണില്ല, അവിടെയാണ് നമുക്ക് ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ വീണ്ടും നമുക്ക് ഈ ഒരു പെന്നിൻ്റെ സെക്ഷനിൽ വന്നിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും പെൻസ് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. സെയിം പെന്നോണ്ട് തന്നെ എല്ലാതും എഴുതണമെന്നില്ല, നമുക്ക് ഓരോ അക്ഷരവും വേണമെങ്കിൽ മാറ്റി മാറ്റി എഴുതാം. അല്ലെങ്കിൽ ഒരു വേർഡ് എഴുതി കഴിഞ്ഞാൽ അടുത്ത വേർഡ് വേറെ തരത്തിൽ എഴുതണമെങ്കിൽ അതിന് വേറെ പെൻ സെലക്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടിയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അടിയിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും ഉണ്ട്. ഓരോ അതിനനുസരിച്ചുള്ള പെന്നുണ്ട്. എല്ലാം ചെയ്യുമ്പോഴും ഇത്തിരി സൈസ് ഇത്തിരി കൂട്ടിയെടുത്ത് ഇട്ട് കൊടുത്ത് ചെയ്താൽ മതി. പിന്നെ നമുക്ക് ക്യാൻവാസ് വലുതാക്കാനും ചെറുതാക്കാനൊക്കെ പറ്റും ഈ ഒരു ഡെക്കറേഷൻ പരിപാടിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഇത് എഴുതി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് എക്സ്പോർട്ട് ചെയ്തെടുക്കാം. എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ബാക്ക്ഗ്രൗണ്ട് ഓഫായി എടുക്കാൻ നോക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ക്രിയേറ്റ് കൊടുത്തിട്ട് പിന്നെ നമ്മൾ സേവ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോട്ടോസിൽ വന്ന് കിടക്കും, അല്ലെങ്കിൽ നമ്മുടെ ഗാലറിയിൽ വന്ന് കിടക്കും. പിന്നെ ഞാൻ ക്യാപ്കട്ടിലാണ് ഞാൻ എഡിറ്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ എഡിറ്റിംഗ് ആപ്പിൽ പോവാം. ഇതേപോലെ ഓവർലേ പോവാം. ഓവർലേ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും കിടക്കുന്നുണ്ടാവുക. അത് നമ്മൾ എടുത്തിട്ട് ഇതേപോലെ സെലക്ട് ചെയ്ത് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. എവിടെയാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ വെച്ച് കൊടുക്കാം. അപ്പോൾ അത്രയ്ക്കുള്ള പരിപാടി. പിന്നെ നമുക്ക് എന്തെങ്കിലും ഇമോജി ഇടണമെങ്കിൽ ഇവിടെ വെച്ച് ഇടയാട്ടോ.